കാല് നേരെയായപ്പോ വേറെ ജോലിക്കൊക്കെ പോയി ഇങ്ങനെ വയ്യാണ്ടായപ്പോ പോക്ക് നിർത്തി ആരും പണിക്കും വിളിക്കില്ല. അപ്പൊ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഇന്നുള്ളത് പാലക്കാട് ജില്ലയില് കുറച്ച് അമ്മമാരെ കാണാൻ വേണ്ടി വന്നതാണ്. ഈർക്കിളി വിറ്റ് ഉപജീവനം നടത്തുന്ന കുറച്ച് അമ്മമാരുണ്ട്. നമ്മള് ഹരിദാസേട്ടന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഒരു ഇടിവെട്ട് ചൂല്. അപ്പൊ ആ ചൂലിന്റെ ഓരോ ഈർക്കിളിയും ഈ അമ്മമാരുടെ കൈകളിലൂടെയാണ് കടന്ന് നമ്മളുടെ കയ്യിലെത്തുന്ന ആ ചൂലായി മാറുന്നത്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ആ അമ്മമാരെ കാണാനാണ്. അവർക്ക് കുറച്ച് കഥകൾ പറയാനുണ്ടാവും നമ്മളെ അടുത്ത്. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പം നേരെ വീഡിയോയിലേക്ക്. അമ്മേ നമസ്കാരം. നമസ്കാരം. ഭയങ്കര പണിയിലാണ് അല്ലേ? എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഈർക്കിളിയോ? അപ്പൊ നമ്മളിത് കാലങ്ങളായിട്ട് ഇങ്ങോട്ട് ജോലി ചെയ്യുന്നുണ്ടോ? അപ്പൊ വേറെ പണിക്കൊന്നും പോവാറില്ലേ? ഇല്ല ഇല്ല, ആരും വിളിക്കണില്ല. അങ്ങനെ പോകും, കൈയും കാലും വരുന്നില്ല, മോട്ടും കാലും വരുന്നില്ല, ഇടുപ്പ് വരുന്നില്ല. അപ്പൊ ആരും വേറെ ജോലിക്ക് വിളിക്കാത്തോണ്ടാണ് ഇങ്ങനെ തുടങ്ങിയത്. അപ്പൊ ഇവിടെ നമുക്ക് വേറെയും കുറെ ആളുകളുണ്ട്. അപ്പൊ അവരോടൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. നമ്മള് വളരെ കാര്യപ്പെട്ട ജോലിയിലാണല്ലേ? ഇത് എത്ര നാളായി ഇതുപോലെ ചൂലിന്റെ ഈർക്കിളി ശരിയാക്കാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോ അടയിൽ പിടിച്ചിട്ടാണ്. അതെയാ? അപ്പൊ ഇതിനു മുമ്പ് വേറെ ജോലിക്ക് പോയിരുന്നോ? കാല് നേരെയായപ്പോ വേറെ ജോലിക്കൊക്കെ പോയി ഇങ്ങനെ വയ്യാണ്ടായപ്പോ പോക്ക് നിർത്തി ആരും പണിക്കും വിളിക്കില്ല. അപ്പൊ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആരാ ഇങ്ങനെ ഒരു ഈർക്കിളിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാശ് കിട്ടുമെന്ന് പറഞ്ഞേ? ഇത് വേറെ ഒരു ആൾക്കാരൊക്കെ പറഞ്ഞു വന്നപ്പോ ഞങ്ങളും ഇങ്ങനെ ചെയ്തതാണ്. ഇവിടെ ഇത്രയും ആളുകളുണ്ട് അല്ലേ? ഇവരൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെറിയ കുട്ടികൾ വരെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അമ്മ, ഇത് നമ്മൾ ഇതുപോലെ ക്ലീൻ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടും? 40 വെച്ച് കിട്ടും. 40 വെച്ചിട്ട്? അത് എങ്ങനെയാ, ഒരു കെട്ടിനാണോ? എങ്ങനെയാ അതിന്റെ കാശൊക്കെ വരുന്നത്? ഞങ്ങൾ കെട്ടാക്കിട്ട് അവര് കിലോ കണക്ക് നോക്കിട്ട്. ഒരു കിലോനാണ്? ഒരു കിലോ ആവണമെങ്കിൽ കുറെ വലിയ കെട്ട് വരും. ഞാനിവിടെ വന്ന് മുതൽ ഒരാള് വളരെ കാര്യമായിട്ട് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഈ അമ്മ. നമസ്കാരം. ഈ മൈക്കൊന്ന് പിടിക്കൂ. ഞാൻ വന്നത് മുതൽ വളരെയധികം ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ് അമ്മേനെ. കാര്യമായിട്ട് ജോലി ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുറെ ആയോ ഇങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? വേറെ പണിക്കൊക്കെ പോയിരുന്നോ മുമ്പൊക്കെ? പോയി, ഇപ്പൊ പോണില്ല. ഇപ്പൊ വയ്യാണ്ടായില്ല, അപ്പൊ പോണില്ല. ആരും ജോലിക്ക് വിളിക്കുന്നുണ്ടാവില്ല അല്ലേ? ആരും വിളിക്കില്ല, വയസ്സായില്ല. അപ്പൊ ആരും ജോലിക്കൊന്നും വിളിക്കില്ല. അപ്പൊ ഇതാണ് ഇപ്പൊ പണി. നമ്മളെ എത്ര രൂപയുടെ ജോലി ഇതുപോലെ ഒരു ദിവസം ഇങ്ങനെ നന്നാക്കും? 15 ദിവസമൊക്കെ ആകും അവനെ. 15 ദിവസമാകും. അപ്പൊ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഒരാളും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈർക്കിളിയൊക്കെ നമ്മള് ഇതാക്കാൻ വേണ്ടിട്ട് ഓല എവിടുന്നാ ശേഖരിക്കുന്നത്? ഓല തോട്ടത്തിൽ പോയി എടുത്തിട്ട് വരികയാണ്. തോട്ടത്തിൽ പോയി എടുക്കും. അവര് ഫ്രീ ആയിട്ട് തരും? നമുക്ക് കത്തിച്ച് കളയുന്നില്ല, അവരിനോട് ചോദിച്ചു. ചിലവര് തരും, ചിലവര് എടുക്കണ്ടെന്ന് പറയും. ഇതിപ്പോ കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഈ കുറച്ച് അടുത്തായിട്ട് ഒരു ചേച്ചി നമ്പർ തന്നു, ഹരിദാസേട്ടൻ പറഞ്ഞ ആളുടെ. ഹരിദാസേട്ടന്റെ? അപ്പൊ ആ ഏട്ടന്റെ നമ്പർ തന്നപ്പോ ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ ചെയ്തു. അപ്പൊ ഹരിദാസേട്ടനെ വിളിച്ചപ്പോ എന്താ ഹരിദാസേട്ടൻ ആദ്യം പറഞ്ഞേ? ഞാൻ ചൂല് എടുക്കുന്നുണ്ട്, എത്ര വേണമെങ്കിലും ചീഞ്ചി വെച്ച് ഞാൻ വാങ്ങിക്കാന്ന്. ഹരിദാസേട്ടൻ നമസ്കാരം. നമസ്കാരം. അപ്പൊ നമ്മളുടെ ചൂലിന്റെ ഉത്ഭവം ഇവിടുന്നാണ് അല്ലേ? അപ്പൊ അതെങ്ങനെയാണ് ആ കഥ ഒന്ന് പറഞ്ഞേ? ചൂലിന്റെ ഉപയോഗം ആദ്യം മുതൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ കോളനികൾ ഇവരുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയും ഇവർക്കൊരു ഉപജീവന മാർഗം ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇവരോട് വന്ന് സംസാരിച്ചു. അവരെല്ലാം ഒരേ സ്വരത്തിൽ ഞങ്ങളതിന് തയ്യാറാണ്, ഞങ്ങളിത് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ വന്ന് ഇവർ ഈ വർക്കുകൾ തുടങ്ങി. അപ്പോൾ വളരെ നല്ല രീതിയിൽ കൂടുതലായിട്ട് ഈർക്കിളി എടുക്കുകയും നല്ല വൃത്തിയിൽ എടുക്കുകയും. അപ്പോൾ ഒരു വരുമാന മാർഗം ഈ കോളനിയിലില്ല, ഒന്നുമില്ല, ആർക്കും ഒന്നുമില്ല. വയസ്സായ ആളുകളാണ്, മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് ആരും വിളിക്കുന്നില്ല, പണിയില്ല. അപ്പോൾ ഇവർക്ക് ഇത് ഒരു ആശ്രയമാണ് ഇപ്പോൾ. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് അമ്മമാരാണ് ഹരിദാസേട്ട കണ്ടത്. അതെ, കൂടാതെ കുറച്ച് അച്ഛന്മാരും ഉണ്ട്. അപ്പൊ അവരൊന്നും നമുക്ക് കണ്ടാലോ? ഓ, ധൈര്യമായിട്ട് കാണാം. ഇതൊക്കെ നമ്മുടെ ദോസ്തുകളാണ്. ആദ്യം മുതലേ വന്നപ്പോഴും അവര് നല്ലൊരു ചിരിച്ചുകൊണ്ടുള്ള ഒരു സമീപനം അത് എന്നും നിലനിൽക്കുന്നുണ്ട്. എന്താണ് പേരെന്താണ്? വേറെ വല്ല ജോലിക്ക് എന്തെങ്കിലും പോകലുണ്ടോ? 9 വർഷമായി. എന്താ പോകത്ത്?
ആരും വിളിക്കുന്നില്ല, ആർക്കും വേണ്ടപ്പോ. ഇതിൽ നിന്നിപ്പോ നമ്മളൊരു ഈ വരുമാനം കൊണ്ട് എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും ഉപജീവനം കടയിൽ പോകാനോ മറ്റേ അരി വാങ്ങിക്കാനോ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സന്തോഷം, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മളിന്ന് കണ്ടത് ഉപജീവനത്തിനായിട്ട് ഈർക്കിളി വിൽക്കുന്ന കുറച്ച് അമ്മമാരെ കഥയാണ്. ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നത് എന്താ പറഞ്ഞാൽ ഇവരെ കൂടെ നമുക്ക് ഇരുന്നുകൊണ്ട്, അതായത് ഈ പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഈ ഗ്രാമീണതയ്ക്ക്. കാരണം ഇതിപ്പോൾ ഒരു ചാണം മെഴുകിയൊരു തറയാണ്. ആ തറയിൽ ഇതുപോലെ നല്ല ശുദ്ധമായ കാറ്റും കൊണ്ട് കുറേ നേരം ഈ അമ്മമാരോടൊപ്പം ചിലവഴിക്കാൻ സാധിച്ചു. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.